ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസിലെ പൈ ഡയഗ്രാം വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള കുറച്ച് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഹിസ്റ്റോഗ്രാം എന്താണെന്ന് നോക്കാം. ഹിസ്റ്റോഗ്രാം ഈസ് എ ഗ്രാഫ് ഇൻ വിച്ച് ഫ്രീക്വൻസീസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ബാർസ്. നമ്മളിതിന് മുന്നേ ബാർ ഡയഗ്രാം നമ്മൾ കണ്ടിരുന്നു അല്ലേ. ബാർ ഡയഗ്രാം പോലെ തന്നെ നമ്മൾ ഇതിലും ഫ്രീക്വൻസീസ് നമ്മൾ ബാർസ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ബാർ ഡയഗ്രത്തിൽ നിന്നും ഹിസ്റ്റോഗ്രാമിന് ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് വൺ ടച്ചിങ് ദ നെക്സ്റ്റ്. എല്ലാ ബാർസും പരസ്പരം ടച്ച് ചെയ്താണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നിനോട് ചേർത്ത് മറ്റൊന്ന് വരയ്ക്കുന്നു. അങ്ങനെ കൂട്ടിച്ചേർത്താണ് ബാർസ് നമ്മൾ ഇതിൽ ഹിസ്റ്റോഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആർ ഡ്രോൺ ഓൺ ദ ഗ്രാഫ് പേപ്പർ. നമ്മൾ എങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ ഗ്രാഫ് പേപ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. Then scores are marked on the x-axis and frequencies on the y-axis. Endpoints of each class are noted on the x-axis according to the convenience scale. So, നമ്മൾ x-axisൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്കോറുകളായിരിക്കും. y-axisൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫ്രീക്വൻസീസ് ആണ്. ഓക്കെ. Then height of the bars will represent the frequency of the class. And total area of the histogram, which includes all those rectangular bars, will represent the total frequency. ഇതിൽ ഒരു ബാർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ബാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ഹിസ്റ്റോഗ്രാം കംപ്ലീറ്റ് നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഓരോ ബാറിൻ്റെയും ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഓരോ ബാറിൻ്റെയും ഏരിയ കണ്ടുപിടിച്ച് അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നതായിരിക്കും ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓരോ റെക്റ്റാങ്കുലർ ബാർസിൻ്റെയും ഏരിയ കണ്ടുപിടിച്ച് അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഏരിയ നമ്മൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ അതായിരിക്കും നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഒരെണ്ണം എങ്ങനെയാണ് നമ്മളിനി വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നമുക്കിവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും തരിക. ഒന്നാമത്തെ കോളത്തിൽ ക്ലാസ് കൊടുത്തിട്ടുണ്ടാവും, രണ്ടാമത്തെ കോളത്തിൽ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ടാവും. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എടുത്തു, ഒരു ക്ലാസ് റൂം നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ക്ലാസ് റൂമിൽ കുട്ടികളുടെ സയൻസ് എക്സാമിൻ്റെ മാർക്ക് നമുക്ക് സയൻസ് എക്സാം കണ്ടക്ട് ചെയ്തു. അതിൻ്റെ മാർക്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു. സോ ഇതിൽ ക്ലാസ് എന്ന് പറയുന്നത് 40 to 59, 40നും 59നും ഇടയിൽ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 40നും 59നും മാർക്ക് എത്ര കുട്ടികൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ കുട്ടികളുടെ സ്കോർസാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ സ്കോർസാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 40ക്കും 59നും 40 മാർക്കിനും 51 മാർക്കിനും ഇടയിൽ മാർക്ക് കിട്ടിയിരിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ എണ്ണമാണ് 50 കുട്ടികളുടെ മാർക്ക് 40നും 59നും ഇടയിലാണ്. ഇനി 250 കുട്ടികളുടെ മാർക്ക് 60നും 79നും ഇടയിലാണ്. 500 കുട്ടികളുടെ മാർക്ക് 80നും 99നും ഇടയിലാണ് എന്നുള്ളതാണ് ഫ്രീക്വൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര നമ്മൾക്ക് തന്നിരിക്കുന്ന ക്ലാസ്സിനുള്ളിൽ എത്ര സ്കോർസ് ആണെങ്കിൽ സ്കോർസ് ഉണ്ട്, എത്ര കുട്ടികളുടെ എണ്ണമുണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇനി ഹിസ്റ്റോഗ്രാമിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ലാസ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലാസ് കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ക്ലാസ് കൺസിഡർ ചെയ്യുക. ഒന്നാമത് നോക്കുമ്പോൾ 40 to 59, അതിന് ശേഷം വന്നിരിക്കുന്നത് 60 ആണ് അല്ലേ. സോ 59നും 60ക്കും ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്. സോ ഹിസ്റ്റോഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാർ ഡയഗ്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ പറഞ്ഞു ഹിസ്റ്റോഗ്രാം കണ്ടിന്യൂസ് ആയിട്ടാണ്. ഒരു ബാർ മറ്റൊരു ബാറിനെ ടച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന
ഡാറ്റ കണ്ടിന്യൂസ് ഡാറ്റയാണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി കണ്ടിന്യൂസ് അല്ല, ഇവിടെ നമ്മൾക്ക് മനസ്സിലായി കണ്ടിന്യൂസ് അല്ല അല്ലേ, 59നും 60നും ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്, 79നും 80നും ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ട്, അതിവിടെ ഫില്ല് ചെയ്തിട്ടില്ല. സോ അങ്ങനെ കണ്ടിന്യൂസ് അല്ലാത്ത ഡാറ്റയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡാറ്റയെ കണ്ടിന്യൂസ് ആക്കുക എന്നുള്ളതാണ്, ആ ക്ലാസ്സിനെ കണ്ടിന്യൂസ് ആക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക? കണ്ടിന്യൂസ് ആക്കാൻ ഒരു 0.5 നമ്മൾ ലോവർ എൻഡിൽ കുറയ്ക്കുകയും അപ്പർ എൻഡിൽ കൂട്ടുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40യുടെ കൂടെ നമ്മൾ ഒരു 0.5 മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 39.5 എന്ന് കിട്ടും. 59ൻ്റെ കൂടെ നമ്മളൊരു 0.5 ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 59.5 എന്ന് കിട്ടും. സോ നമ്മുടെ ക്ലാസ് എങ്ങനെ വരും? 39.5 to 59.5 എന്ന് വരും. സോ നെക്സ്റ്റ് ക്ലാസ് എത്ര വരും? 59.5 to 79.5 എന്ന് വരും. ദെൻ 79.5 to 99.5 എന്ന് വരും. സോ അവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും അതൊരു കണ്ടിന്യൂസ് ആയിട്ടാണ് ഡാറ്റ അവിടെ റെപ്രസെൻ്റ് ആവുന്നത്. സോ ഹിസ്റ്റോഗ്രാമിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ക്ലാസ് നമുക്ക് തന്നിരിക്കുന്നത് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കുക. കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമ്മളതിനെ കണ്ടിന്യൂസ് ആക്കുക. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇനി അത് ഡ്രോ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് ആക്സിസിൽ നമ്മൾ എന്താണ് വരയ്ക്കുന്നത്? എക്സ് ആക്സിസിൽ നമ്മൾ സ്കോർസാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, വൈ ആക്സിസിലാണ് നമ്മൾ ഫ്രീക്വൻസി റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ കാറ്റഗറി, ഒന്നാമത്തെ ബാർ നമുക്ക് എവിടെ തുടങ്ങി എവിടം വരെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാറ്റ എഴുതി കഴിഞ്ഞു. സോ നമുക്ക് ഇങ്ങനെ ഒരു നമുക്ക് ആദ്യം നൽകിയിരിക്കുന്ന ഡാറ്റയിൽ നിന്നും നമ്മൾ അതിനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡാറ്റയായിട്ട് നമ്മൾ ടേബിളായിട്ട് ആദ്യം എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മളതിനെ വരയ്ക്കുന്നു. സോ നമ്മുടെ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു 39.5 to 59.5. സോ അതിനിടയിൽ നമ്മുടെ ഫ്രീക്വൻസി വന്നിരിക്കുന്നത് 50 ആണ്. സോ വൈ ആക്സിസിൽ 50 എവിടെയെന്ന് നോക്കുക, അത് കൂട്ടിച്ചേർത്ത് വരയ്ക്കുക. സോ നമുക്ക് ആദ്യത്തെ ഒരു ബാർ കിട്ടും. ദെൻ നെക്സ്റ്റ് ബാർ കിട്ടുന്നതിന് നമ്മൾ 59.5 to 79.5, അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് 250 ആണ് കിട്ടിയിരിക്കുന്നത്. സോ 250 എവിടെയാണ് ഫ്രീക്വൻസി വരുന്നതെന്ന് നോക്കുക, അതുമായി ബന്ധിപ്പിക്കുക, ആ ബാർ വരയ്ക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബാറുകൾ വരയ്ക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ബാറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഓരോ ബാറിൻ്റെയും ഹൈറ്റ് മാക്സിമം പോയിൻ്റാണ് ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഫ്രീക്വൻസി എത്രയാണ്? 500 ആണ് നമുക്ക് മാക്സിമം വരുന്ന ഫ്രീക്വൻസി. അത് നമുക്ക് ഏത് ക്ലാസ്സിലാണ് കിട്ടിയിരിക്കുന്നത്? 79.5 to 99.5. സോ അങ്ങനെ നോക്കി വരയ്ക്കുക. അത് സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മളത് കണ്ടിന്യൂസ് ആക്കുക. ക്ലാസ് എന്നുള്ളത് കണ്ടിന്യൂസ് ആക്കി കൊടുക്കുക. അതായത് സ്കോർസ് ഇത്രയ്ക്കും ഈ 40നും 59നും ഇടയിലുള്ള സ്കോറുകളായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. പക്ഷേ അടുത്തത് ഇനി നമുക്ക് തന്നത് 60ന് പകരം 59 to 79 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം അപ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് തരുന്നത്. 40 to 59, then 59 to 79, then 79 to 99. അങ്ങനെ നമുക്ക് ഡാറ്റ നൽകിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഇനി അത് നൽകിയിട്ടില്ല എങ്കിൽ നമ്മൾ അവിടെ 59നും 60നും ഇടയിൽ നമുക്കവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ കണ്ടിന്യൂസ് ആക്കുന്നത്. അതിന് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് അപ്പർ ലിമിറ്റിൽ നിന്നും ലോവർ ലിമിറ്റിൽ നിന്നും നമ്മളൊരു 0.5 ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഹിസ്റ്റോഗ്രാം. ഇനി ഇതിൻ്റെ ഹിസ്റ്റോഗ്രാമിൻ്റെ ചില ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ലിമിറ്റേഷൻ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സൂപ്പർ ഇമ്പോസ് മോർ ദാൻ വൺ ഹിസ്റ്റോഗ്രാം ഓൺ ദ സെയിം ഗ്രാഫ്. നമുക്ക് ഒരേ ഗ്രാഫിൽ പല ഹിസ്റ്റോഗ്രാമുകൾ നമുക്ക് ഒരുമിച്ച് വരയ്ക്കാൻ പറ്റില്ല അല്ലേ. ഒരുമിച്ച് നമ്മൾ ഒരു ഹിസ്റ്റോഗ്രാമിൻ്റെ മുകളിലൂടെ മറ്റൊരു ഹിസ്റ്റോഗ്രാം വരച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് ഏതിൻ്റെയാണ് ഏത് ഗ്രാഫാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാതെ വരും. സോ അങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, കമ്പാരിസൺസ് ഓഫ് സെവറൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് കനോട്ട് റെഡിലി ബി മെയ്ഡ് യൂസിങ് ഹിസ്റ്റോഗ്രാംസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിൽ സയൻസിൻ്റെ മാർക്കും അല്ലെങ്കിൽ മാത്സിൻ്റെ മാർക്കും നമ്മൾ ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്തു, അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഹിസ്റ്റോഗ്രാമിൽ നമുക്കത് സാധിക്കില്ല. കാരണം നമുക്ക് ഒന്നിന് മുകളിൽ മറ്റൊന്ന് നമുക്ക് വരയ്ക്കാനായിട്ടുള്ള പരിമിതി ഉള്ളതുകൊണ്ട്.
അത്തരത്തിൽ നമുക്ക് പല ഗ്രാഫുകളെയും കമ്പയർ ചെയ്യാനായിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസിനെ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നു. അതാണ് പ്രധാനമായിട്ടും ഹിസ്റ്റോഗ്രാമിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മറ്റൊരു റെപ്രസെൻറ്റേഷനാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. സോ അതിൻ്റെ പ്രത്യേകതകൾ, ഫ്രീക്വൻസി പോളിഗണിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഇൻ ദിസ് ഗ്രാഫ് മിഡ് പോയിൻറ്റ്സ് ഓഫ് ദ ക്ലാസ്സസ് ആർ പ്ലോട്ടഡ് ഓൺ ദി എക്സ് ആക്സിസ് ടു റെപ്രസെൻറ്റ് സ്കോർസ്. നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്കോർസ് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഹിസ്റ്റോഗ്രാമിലെ പോലെ തന്നെയാണ്. പക്ഷേ മിഡ് പോയിൻറ്റ്സ് ഓഫ് ദ ക്ലാസ്സസ് ആർ പ്ലോട്ടഡ് ഓൺ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ നമ്മൾ മിഡ് പോയിൻറ്റ്സ് ആണ് പ്ലോട്ട് ചെയ്യുക. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞൊരു ക്ലാസ്സാണ്, ആ ക്ലാസ് മൊത്തത്തിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ 40 to 59 ആണെങ്കിൽ നമ്മൾ അത് കണ്ടിന്യൂസ് ഡാറ്റ ആക്കിയപ്പോൾ നമുക്ക് 39.5 to 59.5 എന്ന് കിട്ടി. അതാണ് നമ്മളൊരു ബാറിൽ കൺസിഡർ ചെയ്തത്. പക്ഷേ ഫ്രീക്വൻസി പോളിഗണിൽ വരുമ്പോൾ നമ്മൾ ഈ എത്രയാണോ നമുക്ക് ക്ലാസ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ മിഡ് പോയിൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് 39.5 to 59.5 വരെ വരുമ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആ മിഡ് പോയിൻറ്റിലാണ് നമ്മൾ ആ ഫ്രീക്വൻസീനെ കംപ്ലീറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഒന്നാമത്തെ ക്ലാസ്സിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീക്വൻസി 50 എന്നാണെങ്കിൽ നമ്മൾ അതിൻ്റെ മിഡ് പോയിൻ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. തുടർന്ന് ആ ഫ്രീക്വൻസി, ആ ക്ലാസ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീക്വൻസീനെ നമ്മൾ ആ മിഡ് പോയിൻ്റ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളതൊരു ഗ്രാഫ് നമ്മൾ കാണിച്ചു തരാം. ഞാൻ ഒരു ഗ്രാഫിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ദെൻ ഫ്രീക്വൻസി ഓഫ് ഈച്ച് ക്ലാസ് ഈസ് മാർക്ക്ഡ് ബൈ എ പോയിൻറ്റ് എബോവ് ദ മിഡ് പോയിൻറ്റ്. മിഡ് പോയിൻറ്റിന് മുകളിലാണ് നമ്മൾ ഫ്രീക്വൻസീനെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ദെൻ ഓൾ ദീസ് പോയിൻറ്റ്സ് ആർ ജോയിൻറ്റ് ഇൻ ദ ഓർഡർ. നമ്മളത് ഓർഡർ അനുസരിച്ച് ഓരോ പോയിൻറ്റ്സിനെയും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ദെൻ ഫൈനലി നമ്മൾ ചെയ്യുന്നത് ദ എൻഡ് പോയിൻറ്റ്സ് ആർ ജോയിൻറ്റ് ഓൺ ദ എക്സ് ആക്സിസ് ഇൻ ഓർഡർ ടു കൺവേർട്ട് ഇറ്റ് ഇൻടു എ ഫ്രീക്വൻസി പോളിഗൺ. ഒരു ഫ്രീക്വൻസി പോളിഗൺ ആക്കാനായിട്ട് നമ്മൾ ലാസ്റ്റ് എൻഡ് പോയിൻറ്റ്സിനെ നമ്മൾ കണക്ട് ചെയ്യും, എക്സ് ആക്സിസുമായിട്ട് കണക്ട് ചെയ്യും. എക്സ് ആക്സിസുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾക്കൊരു പോളിഗണിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുക, അല്ലേ? ഓക്കെ, സോ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ക്ലാസ് നോക്കുക, 40 to 59, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ആണ്. അതിൻ്റെ മിഡ് പോയിൻറ്റ് നമ്മൾക്ക് 49.5 എന്ന് കിട്ടി. എങ്ങനെയാണ് 49.5 എന്ന് കിട്ടിയത്? നമ്മുടെ ക്ലാസ്സിനെ നമ്മൾ പറഞ്ഞു അത് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ആണോ? ഇതിൽ അല്ല. 40 to 59 ശേഷം 60 to 79 ആണ് വന്നിരിക്കുന്നത്. സോ 59നും 60ക്കും ഇടയിൽ അവിടെ ഡാറ്റ കണ്ടിന്യൂസ് അല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അത് മാറ്റും എന്ന് പറഞ്ഞു, അല്ലേ? കണ്ടിന്യൂസ് ഡാറ്റയാക്കി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 39.5 എന്ന് കൊടുത്തു, 59.5 എന്ന് കൊടുത്തു, അല്ലേ? ഇനി ഇതിൻ്റെ മിഡ് പോയിൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം 2 പോയിൻറ്റ്സ് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് 39.5 + 59.5 ഡിവൈഡഡ് ബൈ 2. 2 എൻഡ് പോയിൻറ്റ്സിന് തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് മിഡ് പോയിൻറ്റ് കിട്ടും, അല്ലേ? ഇനി സെക്കൻഡ് ക്ലാസ്സിൻ്റെ മിഡ് പോയിൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 60 to 79 ആണ് നമുക്ക് ക്ലാസ് കിട്ടിയിരിക്കുന്നത്. ആ ക്ലാസ്സിന് നമ്മൾ കണ്ടിന്യൂസ് ആക്കി മാറ്റിയപ്പോൾ നമുക്കത് 59.5 to 79.5 എന്നാക്കി നമ്മൾ എഴുതേണ്ടി വരും, അല്ലേ? ഇനി അതിൻ്റെ മിഡ് പോയിൻറ്റ് എങ്ങനെ കിട്ടും? 59.5 + 79.5 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ അതിൻ്റെ നമുക്ക് മിഡ് പോയിൻറ്റ് 69.5 എന്ന് കിട്ടും. ഇങ്ങനെ എല്ലാത്തിൻ്റെയും മിഡ് പോയിൻറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ നമ്മൾ പറഞ്ഞു ആ ഓരോ ക്ലാസ്സിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രീക്വൻസി, ആ മിഡ് പോയിൻറ്റ്സിൽ നിന്നുമാണ് നമ്മൾ ഫ്രീക്വൻസി കൊടുക്കുന്നത്. സോ ഒന്നാമത് നമുക്ക് കിട്ടിയത് 49.5 ആണ്. ആ 49.5ന് നേരെ അതിൻ്റെ ഫ്രീക്വൻസി എന്നുള്ളത് വൈ ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസീസ് നമ്മൾ കൊടുക്കുക. 50, 100, 150, 200 എന്നിങ്ങനെ നമ്മൾ മുകളിലേക്ക് വരച്ച് പോവുകയാണ്. കൃത്യം ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലിൽ നമ്മൾ ഫ്രീക്വൻസീസ് ആദ്യം വരയ്ക്കുന്നു. അതിന് ശേഷം മിഡ് പോയിൻറ്റ്സിന് മുകളിൽ എത്രയാണോ അതിൻ്റെ ഫ്രീക്വൻസി അതനുസരിച്ച് നമ്മൾ പോയിൻറ്റ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നു. സോ 49.5ന് മുകളിൽ നമ്മൾ മിഡ് പോയിൻറ്റ്സിൻ്റെ നേരെ മുകളിലേക്ക് പോകുന്നു. ഫ്രീക്വൻസി 50 ആണ് കിട്ടിയിരിക്കുന്നത്. സോ 50യുടെ അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു.
ദെൻ 69.5 ആണ് നമ്മുടെ നെക്സ്റ്റ് മിഡ് പോയിൻ്റ് കിട്ടിയിരിക്കുന്നത്. അതിന് മുകളിലേക്ക് നേരെ പോകുന്നു. നമ്മുടെ ഫ്രീക്വൻസി കിട്ടിയിരിക്കുന്നത് നമുക്ക് 250 ആണ്. സോ എവിടെയാണോ അത് അവിടെ മാർക്ക് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമ്മുടെ മിഡ് പോയിൻ്റ് 89.5 ആണ്. അത് നേരെ മുകളിലേക്ക് നോക്കുക. ഫ്രീക്വൻസി നമുക്ക് വന്നിരിക്കുന്നത് 500 ആണ്. സോ 500ന് നേരെ മാർക്ക് ചെയ്യുന്നു. സോ ഇങ്ങനെ നമ്മൾ പോയിൻറ്റ്സ് ആണ് ആദ്യം വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ പോയിൻറ്റ്സിനെല്ലാം നമ്മൾ സ്കെയിൽ വെച്ച് കൃത്യമായിട്ട് നമ്മളതിനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഫൈനലി ആണ് നമ്മൾ ഇതിനെ എക്സ് ആക്സിസുമായിട്ട് നമ്മൾ എക്സ് ആക്സിസിലേക്ക് ബന്ധിപ്പിക്കുന്നു. അപ്പോഴാണ് നമുക്കൊരു ഫ്രീക്വൻസി പോളിഗൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫ്രീക്വൻസി കർവ്. ഇതിലും എങ്ങനെ തന്നെയാണ്, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് എല്ലാ പ്രൊസീജിയേഴ്സും. ഇൻ ദിസ് ഗ്രാഫ് മിഡ് പോയിൻറ്റ്സ് ഓഫ് ഈച്ച് ക്ലാസ്സസ് ആർ പ്ലോട്ടഡ് ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് ദ ഫ്രീക്വൻസീസ് ഓൺ വൈ ആക്സിസ്. ഇതിലും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ പ്ലോട്ടിംഗ് ഓൾ പോയിൻറ്റ്സ് ദേ ആർ ജോയിൻഡ് ബൈ ഫ്രീ ഹാൻഡ്സ്. ഇതിൽ നമ്മൾ സ്കെയിലെടുത്ത് കൃത്യമായിട്ടത് വരയ്ക്കണമെന്നില്ല, നമ്മൾ വെറുതെ കൈകൊണ്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്. കണ്ടോ, നേരത്തെ വരച്ച പോലെ തന്നെ നമ്മൾ പോയിൻറ്റ്സ് വരയ്ക്കുന്നു, മാർക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്, കൈകൊണ്ട് വെറുതെ അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. സോ ഇതാണ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ ഹിസ്റ്റോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് രണ്ട് ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് ഒരേ ഗ്രാഫിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കളേഴ്സ് മാറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ ഗ്രാഫിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫ്രീക്വൻസി പോളിഗണിനും അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവിനും ഹിസ്റ്റോഗ്രാമിൽ നിന്നും ഉള്ള ഒന്നാമത്തെ ഒരു വ്യത്യാസം അതാണ്. ഓക്കെ, സോ മൾട്ടിപ്പിൾ ഗ്രാഫ്സും മൾട്ടിപ്പിൾ ഡാറ്റ നമുക്ക് ഒരേ ഗ്രാഫിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കതിൽ കമ്പാരിസൺസ് കൊണ്ടുവരാൻ സാധിക്കും. അനാലിസിസ് നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതും നമ്മളതിൻ്റെ ഹിസ്റ്റോഗ്രാമിൽ നിന്നും എന്താണ് ഫ്രീക്വൻസി പോളിഗണിനുള്ള ഒരു വ്യത്യാസം എന്നുള്ളത് നമുക്ക് ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാവും. സോ ഓക്കെ, ഹിസ്റ്റോഗ്രാമിൻ്റെ മിഡ് പോയിൻറ്റിലാണ് ഫ്രീക്വൻസി പോളിഗൺ വന്നിട്ടുള്ളത് അല്ലേ. ഹിസ്റ്റോഗ്രാമിൻ്റെ മിഡ് പോയിൻറ്റ്സ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒജൈവ്സ്. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നന്നായി ഒന്ന് ശ്രദ്ധിക്കുക. സോ ഒജൈവ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് ഗ്രാഫ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് ഗ്രാഫ്. സോ ഒജൈവ് എന്ന് പറയുന്നതിന് പകരം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് ഗ്രാഫ് വരയ്ക്കൂ എന്ന് പറഞ്ഞാലും നമ്മൾ വരയ്ക്കേണ്ടത് ഒജൈവ്സ് തന്നെയാണ്. ഓക്കെ, സോ ഒജൈവ്സിൻ്റെ മറ്റൊരു പേരാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് ഗ്രാഫ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പേര് വരുന്നത് എന്നുള്ളത് നമുക്ക് പതിയെ അതിൻ്റെ ഫോർമുലാസും കാര്യങ്ങളും കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, so here we have to find cumulative and its percentage. എന്താണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ക്യുമുലേറ്റീവ് കണ്ടുപിടിക്കണം ആൻഡ് ഇറ്റ്സ് പെർസെൻറ്റേജും കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവായിട്ട് നമുക്ക് ഓരോ ഫ്രീക്വൻസീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് ഓരോന്നിലും കണ്ടുപിടിക്കാനുണ്ടാവും, അതിൻ്റെ പെർസെൻറ്റേജും കണ്ടുപിടിക്കാനുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് ഗ്രാഫ് എന്ന് വന്നിട്ടുള്ളത്. നമുക്ക് പതിയെ അതെങ്ങനെയാണെന്ന് കാണാം. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് കാണുന്നതിനുള്ള ഇക്വേഷനാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി ഇൻറ്റു 100. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. സോ ഓക്കെ, നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഒരു പ്രോബ്ലത്തിലേക്ക് പോയതിന് ശേഷം അതെന്താണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവും. സോ രണ്ട് ടൈപ്പ് ഒജൈവ്സ് ഉണ്ട്. ലെസ് ദാൻ ഒജൈവും ഗ്രേറ്റർ ദാൻ ഒജൈവും ഉണ്ട്. സോ ഇത് രണ്ടും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ എക്സാമിന് രണ്ട് ടൈപ്പായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ അതങ്ങനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം. സോ ഒന്നാമത്തെ ലെസ് ദാൻ ഒജൈവ്. ഹിയർ വി ഫൈൻഡ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് ഇറ്റ്സ് പെർസെൻറ്റേജ്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്, മാത്രമല്ല അതിൻ്റെ പെർസെൻറ്റേജ്.
സോ 2 ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ലെസ് ദാൻ ഒജേവ്സ് ആൻഡ് ഗ്രേറ്റർ ദാൻ ഒജേവ്സ്. ഇതിൽ ലെസ് ദാൻ ഒജേവ്സിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞത്, ഹിയർ വി ഫൈൻഡ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് ഇറ്റ്സ് പെർസെൻറ്റേജ്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ കണ്ടുപിടിക്കുക, ആൻഡ് ഇറ്റ്സ് പെർസെൻറ്റേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ പ്ലോട്ട് അപ്പർ ലിമിറ്റ് ഓഫ് ഈച്ച് ക്ലാസ് ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് ഓൺ ദ വൈ ആക്സിസ്. ഇതിൽ ലെസ് ദാൻ ഒജേവ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും അപ്പർ ലിമിറ്റ് ഓഫ് ഈച്ച് ക്ലാസ് ഓൺ ദ എക്സ് ആക്സിസ് ആണ് എന്നാണ് മനസ്സിലേക്ക് നിങ്ങളുടെ വരേണ്ടത്. സോ ലെസ് ദാൻ ഒജേവ്സിൽ അപ്പർ ലിമിറ്റാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എക്സ് ആക്സിസിൽ. ഇനി ഇതിന് നേരെ തിരിച്ച് ഗ്രേറ്റർ ദാൻ ഒജേവ്സിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അവിടെ നമ്മൾ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് ഇറ്റ്സ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. ദെൻ ലോവർ ലിമിറ്റ് ഓഫ് ഈച്ച് ക്ലാസ് ഓൺ ദ എക്സ് ആക്സിസ് ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ലെസ് ദാൻ ഒജേവ്സിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു, അത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ കുഴപ്പമില്ല. പക്ഷേ അപ്പർ ലിമിറ്റാണ് നമ്മൾ എക്സ് ആക്സിസിൽ അതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാനിൽ ലോവർ ലിമിറ്റാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിൽ. ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാവും. ഇപ്പോൾ ഈ ടേബിൾ ശ്രദ്ധിക്കുക എല്ലാവരും. ഇതിൽ നമ്മുടെ ക്ലാസ് നമ്മൾ നോക്കൂ, 40 to 59 ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ആണോ? അല്ല. സോ നമ്മൾക്കത് കണ്ടിന്യൂസ് ആക്കണം. എന്ത് ചെയ്യണം? 39.5 to 59.5 എന്നാക്കണം ഒന്നാമത്തെ ക്ലാസ്. സെക്കൻഡ് ക്ലാസ് 59.5 to 79.5 എന്നാക്കണം സെക്കൻഡ് ക്ലാസ്. അങ്ങനെ നമ്മൾ ക്ലാസ് കണ്ടിന്യൂസ് ആക്കുന്നു. ഫ്രീക്വൻസി നമ്മൾ നേരത്തെ ചെയ്തപോലെ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മളെല്ലാത്തിലും കണ്ടു, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു എന്നല്ല അല്ലേ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണ് എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രീക്വൻസീസിനെ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ ക്ലാസ്സിലെ നമ്മുടെ ഫ്രീക്വൻസി 50 ആണ്. സോ രണ്ടാമത്തെ ക്ലാസ് നമ്മൾ നോക്കൂ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്രീക്വൻസി 250 ആണ്. സോ അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിലെ ഫ്രീക്വൻസി എത്രയാണോ അതും നമ്മൾ ഇതിനോട് കൂട്ടുന്നു, ആഡ് ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്നു 300. മനസ്സിലായോ? ദെൻ തേർഡ് ക്ലാസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ 80 to 99 എന്നുള്ള ക്ലാസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കവിടെ ഫ്രീക്വൻസി കിട്ടിയിരിക്കുന്നത് 500 ആണ്. അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? അതിന് മുകളിലുള്ളതിനോട്, അതായത് 300നോട് നമ്മൾ 500 ആഡ് ചെയ്യുന്നു. സോ നമുക്ക് 800 കിട്ടും. ദെൻ നെക്സ്റ്റ് ഫ്രീക്വൻസി 150 ആണ്. സോ 800 + 150, സോ നമുക്ക് 950 കിട്ടി. ദെൻ നെക്സ്റ്റ് 50, 950 + 50, സോ നമുക്ക് 1000 കിട്ടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 50 to 250 കൂട്ടുന്നതാണ് നമുക്കിവിടെ 300 എന്ന് കിട്ടുന്നത്. ദെൻ 300 + 500 ആണ് നമുക്കിവിടെ 800 എന്ന് കിട്ടുന്നത്. ദെൻ 800 + 150 ആണ് നമുക്ക് 950 എന്ന് കിട്ടുന്നത്. ദെൻ 950 + 50 ആണ് നമുക്ക് 1000 എന്ന് കിട്ടുന്നത്. കണ്ടോ, നമുക്കൊരു സിക്സാഗ് പോലെയാണ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും. വരയ്ക്കുമ്പോഴല്ല, നമ്മളൊരു സിക്സാഗ് പോലെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ അതാണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളം നമ്മൾ ആദ്യം ഫില്ല് ചെയ്യുന്നു. ഇനി എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 40നും 59നും ഇടയിൽ മാർക്ക് കിട്ടിയിരിക്കുന്ന കുട്ടികൾ 50 കുട്ടികളുണ്ട് അല്ലേ? ദെൻ 60നും 79നും ഇടയിൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് 250 കുട്ടികളുണ്ട് അല്ലേ? ഇനി നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 79നും താഴെ എത്ര കുട്ടികൾക്ക് മാർക്കുണ്ട്? അതായത് 40നും 79നും ഇടയിലുള്ള എല്ലാ കുട്ടികളുടെയും മാർക്ക് എന്ന് പറയുന്നത് 79ന് താഴെയാണ് അല്ലേ? അതിൻ്റെ ടോട്ടൽ എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് 300 എന്നുള്ളതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്യുമുലേറ്റീവായി നമ്മൾ അതിനെ കൂട്ടി കൊണ്ടുവരുന്നതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, സോ ഇനി അടുത്ത കോളം ശ്രദ്ധിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് ആണ് അല്ലേ? നമ്മൾ ഒജേവ്സിൻ്റെ മറ്റൊരു പേരാണ് നമ്മൾ പറഞ്ഞത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് ഗ്രാഫ് എന്ന് പറഞ്ഞത്. അതിൻ്റെ പേര് വന്നത് ഇവിടെ നിന്നാണ്. കാരണം നമ്മളിതിൽ കണ്ടുപിടിക്കുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് ആണ്.
എത്രയാണ് നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇൻറ്റു 100. സോ ഫസ്റ്റ് റോ എടുക്കുക. നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? 50 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100. നമ്മുടെ ടോട്ടൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ലാസ്റ്റ് റോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ടോട്ടൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1000 ആണ് അല്ലേ? സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇൻറ്റു 100 ആണ് നമുക്ക് ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കിട്ടാനായിട്ട്. സോ അങ്ങനെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കുന്നു. ഇനി ലെസ് ദാൻ ഒജേവ്സിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അപ്പർ ലിമിറ്റാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ? സോ നമ്മളിവിടെ അപ്പർ ലിമിറ്റ് ഓരോ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് നോക്കുക എത്രയാണ്. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ നമ്മൾ കണ്ടിന്യൂസ് ഡാറ്റയായിട്ട് റെപ്രസെൻ്റ് ചെയ്തപ്പോൾ നമുക്കിതിൻ്റെ ലോവർ ലിമിറ്റ് 39.5 ദെൻ അപ്പർ ലിമിറ്റ് 59.5 കിട്ടും അല്ലേ? സോ അപ്പർ ലിമിറ്റ് എത്രയാണോ അതാണ് നമ്മൾ എഴുതുന്നത്. സോ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ അപ്പർ ലിമിറ്റ് 59.5 എഴുതി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു. സോ ഈ 3 കോളങ്ങളാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? നമ്മൾ എക്സ് ആക്സിസിൽ നമ്മൾ പറഞ്ഞു സ്കോർസാണ്. സ്കോർസ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലെസ് ദാൻ ഒജീവ്സ് ആണെങ്കിൽ അപ്പർ ലിമിറ്റാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 59.5 ആണ്. 59.5ൽ നമ്മുടെ ഫ്രീക്വൻസി എത്രയാണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളത് 50 ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് എന്നുള്ളത് 5 ആണ്. സോ വൈ ആക്സിസിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് ആണ് നമ്മൾ വൈ ആക്സിസിൽ കൊടുക്കുന്നത്. സോ 59.5ൻ്റെ എക്സ് ആക്സിസിന് നേരെ മുകളിലായിട്ട് നമ്മൾ എത്രയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് എന്നുള്ളത് 5 ആണ്. സോ 5ന് നേരെ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. അത്തരത്തിൽ എല്ലാ പോയിൻറ്റ്സും നമ്മൾ മാർക്ക് ചെയ്യുന്നു. സോ നെക്സ്റ്റ് വരുന്ന അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 79.5 ആണ്. അതിന് നേരെ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് ലഭിച്ചിരിക്കുന്നത് 30 ആണ്. സോ ഗ്രാഫ് നോക്കൂ. ഗ്രാഫിൽ നമ്മൾ കണ്ടു 30ക്ക് നേരെ നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് 99.5 ആണ്. അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് എന്നുള്ളത് 80 ആണ്. സോ 80ക്കും 99.5നും ചേർന്ന് വരുന്ന പോയിൻ്റ് നമ്മൾ നോക്കുന്നു, പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ലെസ് ദാൻ ഒജേവ്സ്. ലെസ് ദാൻ ഒജേവ്സിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ ലെസ് ദാൻ ഒജേവ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഗ്രേറ്റർ ദാൻ ഒജേവ്സിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രേറ്റർ ദാൻ ഒജേവ്സിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലോവർ ലിമിറ്റാണ് അല്ലേ? സോ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 39.5 to 59.5 ആയിരുന്നു. അപ്പോൾ അതിൽ ലോവർ ലിമിറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് 39.5 എന്ന് നമ്മൾ എഴുതുന്നു. ദെൻ നെക്സ്റ്റ് ഗോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1000 ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 1000 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഒജേവ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 39.5 എന്ന സ്കോറിനും മുകളിൽ എത്ര സ്കോറുകളുണ്ട് അല്ലെങ്കിൽ എത്ര കുട്ടികൾക്ക് സ്കോർ ലഭിച്ചു എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഗ്രേറ്റർ ദാൻ ഒജേവ്സിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു ഹിയർ വി ഫൈൻഡ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് ഇറ്റ്സ് പെർസെൻറ്റേജ് എന്ന്. ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് ഇറ്റ്സ് പെർസെൻറ്റേജ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39.5നും മുകളിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ഗ്രേറ്റർ ദാൻ ഒജേവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 59.5 ആണ്. സോ അതിനും മുകളിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ഗ്രേറ്റർ ദാൻ ഒജേവ്സിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിന് നേരെ തിരിച്ച് ലെസ് ദാൻ ഒജേവ്സിൽ നമ്മൾ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്?
ലെസ് ദാൻ ഒജേഴ്സിൽ 59.5-നും താഴെ എത്ര പേരുണ്ട്, 79.5-നും താഴെ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ലെസ് ദാൻ ഒജേഴ്സിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ 59.5-നും താഴെ 50 സ്റ്റുഡൻസ് ഉണ്ട്, 79.5-നും താഴെ മാർക്ക് കിട്ടിയിരിക്കുന്നത് 300 സ്റ്റുഡൻസ് ഉണ്ട്. എന്നാൽ ഗ്രേറ്റർ ദാൻ ഒജേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ 39.5-നും മുകളിൽ 1000 പേരുണ്ട്. 1000 പേരുടെയും സ്കോർസ് 39.5-നും മുകളിലാണ്. 59.5-നും മുകളിൽ 950 സ്റ്റുഡൻസ് ഉണ്ട്. 950 സ്റ്റുഡൻസിൻ്റെയും സ്കോർസ് 59.5-നും മുകളിലാണ് വന്നിരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഇതിന് മുന്നേ നമ്മൾക്ക് കണ്ട നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ നോക്കുക. ഇതാണ് നമ്മുടെ ടേബിൾ. സോ ഇതിൽ ക്ലാസ് നമ്മൾ മാറ്റിയെന്ന് പറഞ്ഞു അല്ലേ, ക്ലാസ് നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ് ആക്കി എഴുതിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഫ്രീക്വൻസി ഓരോ കോളത്തിലും കണ്ടു. സോ ആദ്യത്തെ നമ്മുടെ ലിമിറ്റ് എത്രയാണ്? നമ്മുടെ ഗ്രേറ്റർ ദാൻ ഒജേഴ്സിലെ ഫസ്റ്റ് ലോവർ ലിമിറ്റ് നമ്മൾ 35.5 ആണ് എഴുതിയിരിക്കുന്നത്. കാരണം ഗ്രേറ്റർ ദാൻ ഒജേഴ്സിൽ നമ്മളെപ്പോഴും എടുക്കുന്നത് ലോവർ ലിമിറ്റാണ്. അതാണ് ഗ്രേറ്റർ ദാൻ ഒജേഴ്സിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു. സോ 39.5 ലോവർ ലിമിറ്റ് എടുത്തു. ഇനി ഈ 39.5-നും മുകളിൽ എത്ര സ്റ്റുഡൻസിന് സ്കോർ ലഭിച്ചു? 39.5-ന് മുകളിൽ 1000 സ്റ്റുഡൻസിന് സ്കോർ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ടേബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാവരുടെയും സ്കോർസ് 39.5-ന് മുകളിലാണ്. കാരണം 39.5 ടു 59.5-ന് ഇടയിൽ 50 സ്റ്റുഡൻസാണ് വന്നിട്ടുള്ളത്. അതിനും സോ എല്ലാ സ്റ്റുഡൻസും 39.5-നും താഴെ ആരും വന്നിട്ടില്ല. സോ നമ്മളവിടെ ആദ്യം എന്തെഴുതുന്നു? 1000 എന്ന് എഴുതി. ദെൻ നെക്സ്റ്റ് നമ്മുടെ ലിമിറ്റ്, ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 59.5 ആണ്. 59.5-നും മുകളിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 59.5-നും മുകളിൽ എത്ര പേരുണ്ടെന്ന് കിട്ടാനായിട്ട് നമ്മൾ 1000-ൽ നിന്നും നമ്മൾ എത്രയാണ് 40 to 59, നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 50 വന്നിട്ടുണ്ട്. സോ ആ 50 എന്നുള്ളത് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 50 നമ്മൾ കുറച്ചു. അതായത് 59.5-ന് മുകളിൽ നമുക്ക് 950 സ്റ്റുഡൻസിനും 59.5-നും മുകളിലാണ് മാർക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം 50 കുട്ടികൾക്ക് മാത്രമേ 59.5-നും താഴെ മാർക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലേ? ഇനി 79.5-ന് മുകളിൽ നമുക്ക് ഇനി എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് നമ്മുടെ കോളം നോക്കുക. സോ 79, 60 to 79 എന്നുള്ള ക്ലാസ്സിൽ നമുക്ക് 300 സ്റ്റുഡൻസ് ആണ്. 60-നും 79-നും 60-നും അതായത് 79-ന് താഴെ വന്നിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് 300 എന്ന് പറയുന്നത്. 60-നും 79-നും ഇടയിൽ നമുക്ക് 250 കുട്ടികളുണ്ട്. പക്ഷേ 79-ന് താഴെ നമുക്ക് 300 കുട്ടികളുണ്ട്. സോ ഈ നമ്മൾ ചെയ്യുന്നത് ഈ 300 1000-ൽ നിന്നും 1000-ൽ നിന്നും നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ 1000 മൈനസ് 300 എന്ന് നമ്മൾ ചെയ്യുന്നു. നമുക്ക് ആൻസർ കിട്ടുന്നത് 700 ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് കിട്ടുന്നത് 99.5 ആണ് നമ്മുടെ അടുത്ത പോയിൻറ്റ്. സോ നമ്മൾ 99.5-നും മുകളിൽ എത്ര കുട്ടികൾക്ക് സ്കോർ ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അവിടുത്തെ നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുക. 800 ആണ് അല്ലേ? സോ 1000 മൈനസ് 800 ചെയ്യുക. അതായത് 99-നും താഴെ 800 കുട്ടികളാണ് ഉള്ളത്. സോ 99-നും മുകളിൽ 200 കുട്ടികളായിരിക്കും. കാരണം 1000 മൈനസ് 800 എന്നുള്ളത് 200 നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഓരോന്നും ചെയ്യുന്നു. നമ്മളതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ സ്കോർ എത്രയാണോ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണോ ഇൻറ്റു 100 എന്ന് ചെയ്തു. സോ ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100 അങ്ങനെ ഓരോന്നിൻ്റെയും ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി പെർസെൻറ്റേജ് കിട്ടി. ഇനി നമ്മൾ ഇതിലും നേരത്തെ വരച്ച പോലെ തന്നെ ഒജേഴ്സ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലോവർ ലിമിറ്റുകളാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജും റെപ്രസെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു.
സോ ഗ്രേറ്റർ ദാൻ ഒജേവ്സ് പോയിൻറ്റ്സ് നമ്മൾ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ലെസ് ദാൻ ഒജേവ് വരച്ചപ്പോൾ നമുക്ക് കിട്ടിയ പോയിൻറ്റ്സും കണക്ട് ചെയ്തതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. സോ അത് രണ്ടും ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് നമുക്ക് വരിക. ഓക്കെ, ഇനി കൺസ്ട്രക്ട് ആൻഡ് ഒജേവ് യൂസിങ് ദി ഫോളോയിങ് ഡാറ്റ എന്ന് വെറുതെ അത് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരയ്ക്കുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക, ഒജേവ് വരയ്ക്കുക. ഇനി സെപ്പറേറ്റ് ആയിട്ട് കൃത്യമായിട്ടും ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ എന്ന് ചോദിച്ചാൽ മാത്രമേ അത് റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ ഈ പ്രോബ്ലം നോക്കൂ. ഇതിൽ നമുക്ക് ക്ലാസ് തന്നിരിക്കുന്നത് 19.5 to 29.5, 29.5 to 39.5. ഇതിൽ നമ്മുടെ ഡാറ്റ തന്നിരിക്കുന്നത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഡാറ്റ തരുമ്പോൾ നമുക്കിനി അതിലൊരു ചേഞ്ചും വരുത്തണ്ട. ഓരോന്നിൻ്റെയും നെക്സ്റ്റ് കോളത്തിൽ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. സോ ക്ലാസ് ആൻഡ് ഫ്രീക്വൻസി നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ദെൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിച്ചു? ഓരോന്നിൻ്റെയും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഫസ്റ്റത്തെ നമ്മൾ 4 ആണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് 4 + 7 ആണ്. നെക്സ്റ്റ് കോളത്തിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 11. ദെൻ തേർഡ് കോളത്തിൽ വരുമ്പോൾ അത് 24. ഓരോന്നും ആഡ് ചെയ്ത് പോകുന്നു. അല്ലേ? ദെൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നു. അതെങ്ങനെയാണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആൻസർ 6.3 എന്ന് കിട്ടും. ദെൻ 17.46 എന്ന് കിട്ടും. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അല്ലേ? ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് ലോവർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണോ അപ്പർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണോ? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ലോവർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ലെസ് ദാൻ ഒജേവ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതെന്ന് നമ്മളിവിടെ പറഞ്ഞു. ലെസ് ദാൻ ഒജേവ്സിൽ നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കുന്നത്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതുപോലെയാണ് നമ്മൾ വെറുതെ ഒരു ഒജേവ്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഒജേവ്സ് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നിങ്ങൾ കണ്ടുപിടിക്കുക, വരയ്ക്കുക. ഇനി രണ്ടും സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക, അത് വരയ്ക്കുക. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ള രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, അത് ശ്രദ്ധിക്കുക. അത് മാത്രമാണ് ഇതിൽ ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളത് ഒജേവ്സിൻ്റെ കേസിൽ. പക്ഷേ അത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൻ്റെ ഐഡിയ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല. സോ അതിനുശേഷം നമ്മൾ പോയിൻറ്റ്സ് കണക്ട് ചെയ്യുന്നു, ഗ്രാഫ് വരയ്ക്കുന്നു, ഫ്രീ ഹാൻഡഡ് ആയിട്ട് ഗ്രാഫ് വരയ്ക്കുന്നു. ഇത്രയാണ് ഒജേവ്സിൻ്റെ കേസിൽ പറയാനുള്ളത്. സോ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഇത് ചെയ്ത് നോക്കുക. സ്വന്തമായിട്ടും ഒജേവ്സ് പ്രത്യേകമായിട്ട് ചെയ്ത് നോക്കുക. കാരണം മറ്റുള്ളത് കുറച്ചും കൂടി ഈസിയാണ്, ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഒജേവ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നുള്ള ഡിഫറൻസിയേഷൻ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. 1-2 പ്രോബ്ലംസ് എടുത്തൊന്ന് ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.